ഹലോ, ഈ ഇടയ്ക്ക് ഞാനൊരു യാത്ര പോയി. എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ചിലവർക്കെങ്കിലും മനസ്സിലായി കാണും. യെസ്, ബാംഗ്ലൂർ. ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് ഇന്ന് എനിക്കിത്. 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എൻട്രി. വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കാഴ്ച. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. പിന്നെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പഴയ ആൾക്കാരൊക്കെ ഒന്ന് കാണുക, ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുക, പിന്നെ പണ്ട് പോയ സ്ഥലത്തൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുക. അവിടെ മിസ് ചെയ്ത് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇയാളെ കണ്ടുപരിച്ചുണ്ടോ? നമ്മുടെ വൈറൽ കക്ഷി ലബൂബു. വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ലീവായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒന്ന് പുറത്തു പോകണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇതാണ് ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ വരെ വർക്ക് ചെയ്തിരുന്നത് ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നപ്പോൾ അവരാരും റെഡി ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി ഒന്ന് ഓർമ്മ പുതുക്കാന്ന് വിചാരിച്ചു. ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അവരൊക്കെ റെഡി ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പോയി ഫുഡ് കഴിക്കാൻ ഏകദേശം 3 മണിയിൽ മേലെ ആയിട്ടുണ്ടായിരുന്നു. ഉച്ചകത്ത് ഫുഡ് കഴിക്കുന്നത് അപ്പോഴായിരുന്നു. ഇവിടെ ഒരാൾ ബിരിയാണി കിട്ടില്ല എന്നും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പോകെ പോകെ ഞങ്ങൾക്ക് മനസ്സിലായി ഓട്ടോയ്ക്ക് നല്ല റേറ്റാണ്. 3 പേരിൽ കൂടുതൽ ഓട്ടോയിൽ കയറ്റില്ല. ഞങ്ങളാണെങ്കിൽ 7-8 പേരുണ്ട് താനും. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മെട്രോ പിടിക്കാൻ തീരുമാനിച്ചു. 2 മെട്രോ മാറി കയറിയിട്ടാണ് BTM എന്ന് ഞങ്ങൾ ലാൽബാഗ് പാർക്കിലേക്ക് എത്തിയത്. ഗവൺമെൻറ് ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് ലാൽബാഗിലെ ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഫ്ലവർ ഷോ നടക്കുന്നത്. തിരക്കായതുകൊണ്ട് അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല. എല്ലാവരും തള്ളിവിടുമായിരുന്നു. ഒഴുക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരുന്നു. ഈ ഒരു കൊട്ടാരം പോലെ കെട്ടി വെച്ചേക്കുന്നതൊക്കെ ഫുള്ള് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടന്നു വന്ന് വണ്ടിയൊക്കെ വിളിച്ചെത്തിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ബാംഗ്ലൂർ ഞങ്ങൾ പോയി കണ്ട സ്ഥലം. എന്നാൽ മതിയായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കാണാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു മെയിൻ ആവശ്യം. അതെന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു. പരസ്പരമുള്ള കളിയാക്കലും തമാശയും ഒക്കെ കൂടെ ആയിട്ട് ഒരു 4-5 ദിവസം അങ്ങോട്ട് പോയി തന്നെ അറിഞ്ഞില്ല. ഇനി എപ്പോഴെങ്കിലൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരാം, വീണ്ടും ഇതുപോലെയൊക്കെ ഒന്നും കൂടാന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ വീണ്ടും ചെന്നൈയിലേക്ക് തിരിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബാംഗ്ലൂർ വിശേഷം. പിന്നെ ഒരു വീഡിയോയിൽ വരെ വരയ്ക്കും. നന്ദി.